ദേശീയപാതയുടെ കരാർ കമ്പനിയായ വിശ്വാസമുദ്ര കണ്ടൽക്കാട്ടിൽ മാലിന്യം തള്ളി. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയത്. കമ്പനിക്ക് 6 ലക്ഷം രൂപ പിഴ ചുമത്തി. ഒരാഴ്ചയ്ക്കകം മാലിന്യം തിരിച്ചെടുക്കാനും കമ്പനിക്ക് നിർദ്ദേശം നൽകി. ദേശീയപാതയുടെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത വിശ്വസമുദ്ര പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് കണ്ടൽക്കാട്ടിലേക്ക് മാലിന്യം തള്ളിയത്. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് മാലിന്യം കണ്ടെത്തിയത്. തുടർന്ന് വിശ്വസമുദ്രയ്ക്ക് 6 ലക്ഷം രൂപ പിഴ ചുമത്തി. പാപ്പിൻശ്ശേരി തുരുത്തിയിലുള്ള വർക്ക് സൈറ്റിലും തൊഴിലാളികളുടെ താമസ സ്ഥലത്തും ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല. ഭക്ഷണശാലയിലെ മാലിന്യങ്ങൾ തരംതിരിക്കാതെ കൂട്ടിയിട്ട നിലയിലും കണ്ടെത്തി. പരിസരവാസികളുടെ പരാതിയെ തുടർന്നാണ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്ഥലത്തെത്തിയത്. ഭക്ഷണശാലയിലെ മലിനജലം നേരിട്ട് പുഴയോരത്തെ കണ്ടൽക്കാട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായും കുപ്പികൾ, പ്ലാസ്റ്റിക് കവറുകൾ, സിമന്റ് ചാക്കുകൾ, കയ്യുറകൾ, വെള്ളക്കുപ്പികൾ എന്നിവ കണ്ടൽക്കാട്ടിൽ നിക്ഷേപിക്കുന്നതായും കണ്ടെത്തി. തൊഴിലാളികളുടെ താമസ സ്ഥലത്തിന് പിറകിൽ സെപ്റ്റിക് ടാങ്ക് പൈപ്പ് പൊട്ടിയൊലിച്ച് ദുർഗന്ധം വമിക്കുന്ന നിലയിലുമായിരുന്നു. കണ്ടൽക്കാട്ടിൽ നിക്ഷേപിച്ച മാലിന്യങ്ങൾ 7 ദിവസത്തിനകം സ്വന്തം ചെലവിൽ നീക്കാനും സ്ക്വാഡ് വിശ്വസമുദ്രയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും പാപ്പിൻശ്ശേരി പഞ്ചായത്തും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പി അഷ്റഫ്, ഇ സുധീഷ്, KR അജയകുമാർ, ഷെരീഖുൽ അൻസാർ, N പ്രീജിത്ത്, T ദിവാകരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.